ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സലിനെ എങ്ങനെ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച്. ഓക്കെ, ആദ്യം നമ്മൾ നമ്മുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡാറ്റ എൻട്രി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ചെയ്യുക. അവിടെ നമുക്ക് എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്ത് സേവ് ആസ് ചെയ്യുക. ഓക്കെ, അവിടെ നമുക്ക് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ജനറൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ടു ഓപ്പൺ എന്ന കോളത്തിൽ നമുക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ അത് റീ എൻ്റർ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. അവിടെ സെയിം പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. സേവ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ നെയിം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഫയൽ നെയിമിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെയിം ഫയൽ നെയിം തന്നെയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. കുഴപ്പമില്ല, നമുക്ക് യെസ് കൊടുത്ത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കത് രണ്ടാമതും റീ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലുക്ക്, ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷമേ നമുക്ക് ആ എക്സൽ ഫയലിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ലുക്ക്, നമ്മുടെ ഡാറ്റാസ് ഒക്കെ വളരെ സെക്യൂർ ആയിട്ട് പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ watching my videos. Please do subscribe and comment. Bye bye.